ലൈംഗിക ചൂഷണ ആരോപണ പരമ്പരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. കടുത്ത പ്രതിസന്ധിയിൽ മുഖം രക്ഷിക്കാൻ പാർട്ടി നടപടി എന്നത് സസ്പെൻഷനാണ്. രാഹുലിന്റെ പ്രാഥമിക അംഗത്വം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തള്ളിക്കൊണ്ടാണ് KPCCയുടെ ഈ തീരുമാനം. അതേസമയം രാഹുലിനെ വിമർശിച്ചതിന് പിന്നാലെ ഉമാ തോമസിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷവും. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാൻ പാലക്കാട് നടത്താനിരുന്ന ശാസ്ത്രമേളയുടെ വേദി സർക്കാർ മാറ്റുകയും ചെയ്തിരിക്കുന്നു. അമൽ തേനപ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് CK അഭിലാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന്, S അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്നും, ഒപ്പം ഗൂഗിൾ VS പാലക്കാട് നിന്നും വിശദമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അമലിലേക്കാണ്. അമൽ, ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ VD സതീശന്റെ വാക്കുകളുണ്ട്. നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കും. കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താണെന്ന് മറ്റുള്ളവർ ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെതായ മാന്യത വെച്ചു പുലർത്തുന്ന തീരുമാനമെടുക്കും. അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്താണ് ഈ സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുന്നത്. VD സതീശൻ അടക്കമുള്ളവർ രാജിവെച്ചേ മതിയാകൂ എന്നൊരു തീരുമാനം എടുത്തെടുത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കുക, ഇതാണോ മുഖം രക്ഷിക്കൽ? എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ദിവിഷ, ഇന്നലെ ഈ സമയത്ത് രാഹുലുമായി ബന്ധപ്പെട്ട വിവാദ വാർത്ത നൽകുമ്പോൾ രാഹുലിന്റെ രാജി അനിവാര്യം എന്ന ഘട്ടത്തിലായിരുന്നു. വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ രാഹുൽ എപ്പോൾ രാജിവെക്കും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടിയിരുന്നത്. കാരണം നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ കൈവിടുന്ന അവസ്ഥയുണ്ടായി. രാഹുലിന് സംരക്ഷണ കവചമൊരുക്കി നിന്നിരുന്നവർ പോലും പരസ്യമായി രാഹുലിനെ പ്രതിരോധിക്കാനായി രംഗത്തേക്ക് വരാത്ത അവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല, VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ രാജി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ പോലും സമീപിക്കുന്ന സാഹചര്യം. അതിനപ്പുറത്തേക്ക് വനിതാ നേതാക്കൾ ഒന്നടങ്കം രംഗത്തേക്ക് എത്തുന്നു. രാഹുലിന് പ്രതിരോധം സൃഷ്ടിക്കാൻ ആരുമില്ലാതെ വരുന്ന അവസ്ഥയുണ്ടാകുന്നു. എപ്പോൾ വേണമെങ്കിലും രാജി ഉണ്ടാകാമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് KPCC അധ്യക്ഷൻ പറയുകൂടി ചെയ്തതോടെ രാഹുലിന്റെ രാജി ഉറപ്പായി എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അത് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് ഒതുങ്ങുന്നത്. എന്ത് പറഞ്ഞ് ഈ രാജി ആവശ്യപ്പെട്ട നേതാക്കളെ നേതൃത്വം തൃപ്തിപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടർ പ്രതികരണങ്ങൾ എന്താകുമെന്ന കാര്യവും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെയുള്ള ഒരു ഭയം, അതോടൊപ്പം തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുമെന്ന ഒരു വിഭാഗം നേതാക്കളുടെ ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിലെല്ലാം അടിസ്ഥാനത്തിൽ അതിനു മുന്നിൽ ഒരു നിലപാടിന് മുന്നിൽ വഴങ്ങുകയാണ് KPCC നേതൃത്വം. രാജി എന്നുള്ള നിലയിൽ ഏകദേശം ധാരണയിലേക്ക് എത്തിയ ഒരു വിഷയമാണ്. അവിടെ നിന്നും പിന്നെ മാറി ഇപ്പോൾ സസ്പെൻഷൻ എന്നൊരു നടപടിയിൽ ഒതുങ്ങുന്നത്. നേരത്തെ MP രാജേഷ് പറഞ്ഞു വെച്ചതുപോലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ഒരാളെ MLA സ്ഥാനത്ത് എങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇനി എന്ത് ഉത്തരമാകും കോൺഗ്രസ് നേതൃത്വം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം അവശേഷിക്കെ ഇത് നിർണായകമായ ഒരു വിഷയമായി മാറുകയും ചെയ്യുന്നു. രാഹുൽ ഇനി പാലക്കാടേക്ക് MLA എന്ന സ്ഥാനവും വഹിച്ച് ചെന്നിറങ്ങിയാൽ പാർട്ടി പോലും സംരക്ഷിക്കാനുണ്ടാകില്ല എന്നുള്ള തരത്തിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അവിടുത്തെ ജില്ലാ നേതൃത്വം ഏകദേശം രാഹുലിനെ കൈവിട്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ. പ്രാദേശിക നേതൃത്വം നേരത്തെ മുതൽ തന്നെ ആ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ചില എതിർപ്പുകളും മറ്റുമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുലിനെ MLA ആയി എങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം ഇനി രാഹുലിന് പങ്കെടുക്കാനാകില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന